ഹായ്, നമസ്കാരം. ഞാൻ ബോസി, മൈൻഡ് ട്രാൻസ്ഫോർമേഷൻ എക്സ്പേർട്ടും ഒരു കൗൺസിലറുമാണ്. നമ്മളിപ്പോൾ കുറച്ച് ദിവസങ്ങളായിട്ട് നമ്മൾ കേൾക്കുന്ന കുട്ടികളുടെ ഇടയിലുള്ള പ്രശ്നങ്ങളല്ലേ, കുട്ടികൾ തമ്മിൽ അടിയുണ്ടാക്കുന്നതും അല്ലെങ്കിൽ സഹപാഠിയെ കൊല്ലുന്നതുമായിട്ടുള്ള ഒരുപാട് വാർത്തകൾ ഈ അടുത്തായിട്ട് വരികയും നമുക്കെല്ലാം അതിലൊരു ആശങ്കയുണ്ടാകുകയും ചെയ്തിട്ടുണ്ട്. ശരിക്കും ആ വിഷയത്തിൻ്റെ ശരിതെറ്റുകളിലേക്കൊന്നും ഞാൻ പോണില്ല. എനിക്ക് ശരിയെന്ന് തോന്നിയ കുറച്ച് കാര്യങ്ങൾ, അല്ലെങ്കിൽ എന്താണ് ഇതിനൊരു പ്രതിവിധി എന്ന് എൻ്റെ മനസ്സിൽ നിന്നുള്ള ആശയങ്ങളാണ് ഞാൻ നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കാൻ ശ്രമിക്കുന്നത്. അപ്പോൾ നമ്മൾ നോക്കുമ്പോൾ ഒരു കുഞ്ഞ് രൂപപ്പെടുന്ന അവൻ്റെ ഒരു സ്വഭാവ രൂപീകരണമൊക്കെ നടക്കുന്നത് ശരിക്കും അമ്മയുടെ ഉദരത്തിലായിരിക്കുമ്പോൾ തൊട്ട് ഇവന് കിട്ടുന്ന ഫീഡ്ബാക്കുകളാണ്. ഈ ഫീഡ്ബാക്കുകൾക്ക് വളരെ വലിയ ശക്തിയുണ്ട്. ഫീഡ്ബാക്ക് എന്ന് പറയുമ്പോൾ ഒരിക്കലും ഒരു കുറ്റപ്പെടുത്തലല്ല. കുറ്റപ്പെടുത്തലിന് പകരം അവരുടെ നന്മകളെ നമ്മൾ അംഗീകരിക്കുകയും അവർക്ക് മാറ്റം ഉണ്ടാകണമെന്ന് നമ്മൾ കാണുന്ന പോയിന്റുകൾ അവരെ കൃത്യമായിട്ട് ബോധ്യപ്പെടുത്തുകയും ചെയ്യുന്നതാണ്. അപ്പോൾ അത് കുഞ്ഞുനാൾ മുതൽ ലഭിക്കുന്നുണ്ട്. അമ്മയുടെ ഉദരത്തിലുണ്ടാകുമ്പോൾ തന്നെ നമ്മൾ സംസാരിക്കുന്ന സംസാരങ്ങളും അമ്മയുടെ ചിന്തയും ഒക്കെ ഈ കുഞ്ഞിനെ വളരെ വലിയ അർത്ഥത്തിൽ ബാധിക്കാറുണ്ട്. അമ്മയുടെ ചിന്തയെന്ന് പറയുമ്പോൾ അത് അപ്പനും കൂടെ ഉൾപ്പെടുന്നതാണ്. കാരണം അമ്മയ്ക്ക് ഉണ്ടാകുന്ന തോട്ട് അപ്പൻ്റെയും കൂടി ആയിരിക്കും ഒരു പരിധിവരെ. അപ്പോൾ അത്തരം ചിന്തകൾ അപ്പം തൊട്ടേ നമ്മൾ ശരിക്കും ശ്രദ്ധിക്കണം. നല്ലൊരു കുഞ്ഞിനെ രൂപപ്പെടുത്താൻ നമ്മൾ ശ്രദ്ധിക്കണം. ശരിക്കും പറഞ്ഞാൽ നമ്മളൊരു കുഞ്ഞിന് വേണമെന്ന് ആഗ്രഹിക്കുമ്പോൾ തൊട്ട് നമ്മളതിന് ഒരുങ്ങുകയാണെങ്കിൽ, അതിന് തയ്യാറെടുക്കുകയാണെങ്കിൽ നമുക്ക് അവരെ കുറേ കൂടെ രൂപപ്പെടുത്താൻ സാധിക്കും എന്ന് നമുക്ക് മനസ്സിലാവുന്നുണ്ട്. അപ്പോൾ ആ കുഞ്ഞുനാൾ മുതൽ, അമ്മയുടെ വയറ്റിലുള്ള കാലം മുതൽ, ഗർഭാപാത്രത്തിലുള്ള സമയം മുതൽ നമ്മൾ അവർക്ക് കൊടുക്കുന്ന ഫീഡ്ബാക്ക് അല്ലെങ്കിൽ അവരെക്കുറിച്ചുള്ള ചിന്തകൾ ഒക്കെ പോസിറ്റീവ് ആണെങ്കിൽ വളരെ നല്ലൊരു ഫലം നമുക്കുണ്ടാകും. അത് മുന്നോട്ട് അവർ ജനിച്ച് വന്നു കഴിയുമ്പോൾ തൊട്ട് അവർക്ക് കിട്ടുന്ന കാര്യങ്ങൾ. കാരണം പലപ്പോഴും നമ്മൾ അറിഞ്ഞുകൊണ്ട് അല്ലെങ്കിൽ അവരോട് സ്നേഹമില്ലാത്തതുകൊണ്ടോ അല്ല പല കാര്യങ്ങളും പറയുന്നത്. നമ്മുടെ ചില സാഹചര്യങ്ങളിൽ നിന്നുകൊണ്ട്, ചില സമ്മർദ്ദങ്ങളിൽ നിന്നുകൊണ്ടൊക്കെ ആയിരിക്കും ചില പ്രശ്നങ്ങൾ ഉണ്ടാകുന്നത്. പക്ഷേ അതുപോലും അവരെ ഭയങ്കരമായിട്ട് അവരുടെ ഭാവി ജീവിതത്തെ അഫക്റ്റ് ചെയ്യും. കാരണം ഈ ഒരു 7 വയസ്സ് വരെ ഒരു സ്വഭാവ രൂപീകരണം നടക്കുന്നതിന് പ്രായമൊന്നുമില്ല. 7 കഴിഞ്ഞ് 14 ഉണ്ട്. അത് കഴിഞ്ഞ് നമുക്ക് ഏത് പ്രായം വരെയും സ്വഭാവ രൂപീകരണം ഉണ്ടാകാം. പക്ഷേ അത് എല്ലാം അവരുടെ ഒരു ബോധതലത്തിൽ കൂടെ അറിഞ്ഞുകൊണ്ടാണ്. പക്ഷേ ഈ 7 വയസ്സ് വരെ ഒരു കാര്യമെന്ന് പറഞ്ഞാൽ ഇവരുടെ ബോധമനസ്സിന് പവറില്ല, അല്ലെങ്കിൽ ചിന്തിക്കാനുള്ള ശേഷി ഇവർക്ക് കുറവാണ്. അപ്പം ശരി തെറ്റുകളെ ശരിയും തെറ്റും എന്നൊരു ഇതില്ല. കാരണം അത് ഓരോരുത്തരുടെയും കാഴ്ചപ്പാടുകളാണ്. അത് ഞാൻ മുമ്പ് പലപ്പോഴും പറഞ്ഞിട്ടുള്ളതാണ്. അപ്പം ഇവർക്ക് വിവേചിച്ചറിയാൻ പറ്റില്ല. കാരണം എന്ത് കിട്ടിയാലും അതിനെ അനുകരിക്കുക അല്ലെങ്കിൽ അത് ഏറ്റുപറയുക എന്നുള്ളതാണ് ആ സമയത്ത് ഇവർ ചെയ്തുകൊണ്ടിരിക്കുന്നത്. കാരണം അതുകൊണ്ടാണ് കുട്ടികൾ എവിടെ കേൾക്കുന്നതാണേലും എന്ത് മോശമാണോ, മോശം എന്ന് പറയുന്ന വാക്കുകളും നമ്മളായിട്ട് മോശമായിട്ട് ചിന്തിച്ച് വെച്ചിരിക്കുന്നൊരു കാര്യമാണല്ലേ. ചില സ്ഥലത്ത് മോശമുള്ളത് ചില സ്ഥലത്ത് മോശമല്ല. അത് ഓരോ സ്ഥലങ്ങളും സാഹചര്യം മാറുമ്പോൾ ഇതെല്ലാം മാറും. അപ്പോൾ അതിനൊന്നും ഒരു കൃത്യമായ ഡെഫിനിഷനൊന്നുമില്ല. പക്ഷേ എന്നാൽ പോലും നമ്മൾ കുടുംബത്തിൽ തെറ്റ് എന്ന് കാണുന്ന ഒരു കാര്യം ഈ കുട്ടി വീട്ടിൽ വന്ന് പറയുന്നത് എന്തുകൊണ്ടാണെന്ന് ചോദിച്ചാൽ അറിയില്ല. അവിടുന്ന് കേട്ടു, അതുപോലെ ഇവിടെ വന്ന് പറയും. അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു പ്രവൃത്തി കണ്ടാൽ അത് അതുപോലെ കാണിക്കും. അത് നമുക്ക് ചിലപ്പോൾ തെറ്റാകും. അപ്പോഴും നമ്മൾ കൂടുതൽ ശാസിക്കാറൊക്കെ ഉണ്ട് അല്ലേ. അവർക്ക് പക്ഷേ അറിയാത്തതുകൊണ്ടാണ്. അതവരെ പറഞ്ഞ് മനസ്സിലാക്കുക എന്നുള്ളതാണ്. അപ്പം തൊട്ട് നമ്മൾ കൊടുക്കുന്ന ഫീഡ്ബാക്കുകൾ, അതുപോലെ തന്നെ ചില സാഹചര്യത്തിൻ്റെ സമ്മർദ്ദം കൊണ്ട് ചില സമയത്ത് നമ്മൾ അമ്മമാരും അപ്പന്മാരും ഒക്കെ കുട്ടികളോട് നീ ഒരു ശല്യമാണ് അല്ലെങ്കിൽ നാശം എന്നൊക്കെയുള്ള വാക്കുകൾ പറയാറുണ്ട്. ഒരിക്കലും ഇതിനോടുള്ള വിരോധം കൊണ്ടോ അല്ലെങ്കിൽ ഇഷ്ടമില്ലാത്തത് കൊണ്ടോ അല്ല കൂടുതൽ പേരും പറയുന്നത്. ചില സാഹചര്യങ്ങളുടെ സമ്മർദ്ദം കൊണ്ടാണെങ്കിൽ പോലും ഇതിവരെ വലുതായിട്ട് എഫക്റ്റ് ചെയ്യുന്നതായിട്ട് കാണുന്നുണ്ട്. കാരണം ഇവരുടെ സ്വഭാവ രൂപീകരണത്തിലേക്ക്, ഭാവിയിലേക്ക് വരുമ്പോൾ ഈ ഒരു ചിന്ത ഇവരുടെ ഉപബോധ മനസ്സിൽ ഉറഞ്ഞുകൂടി കിടന്നാൽ അതൊരു വലിയ പ്രശ്നമാണ്. അല്ലെങ്കിൽ എന്ത് ചെയ്യണം, നമ്മൾ തന്നെ അതിനെ ഹീൽ ചെയ്യണം. ഒരമ്മയ്ക്കോ അപ്പനോ ഒക്കെ ഹീൽ ചെയ്യാൻ പറ്റും. അത് അവരുടെ തോട്ട് പ്രോസസ്സിൽ നിന്ന് എടുത്ത് മാറ്റാൻ സാധിക്കണം. അങ്ങനെ അല്ല എന്ന് പിന്നീടുള്ള പ്രവർത്തനങ്ങളിൽ നിന്ന്, സ്നേഹത്തിൽ നിന്നൊക്കെ അവർക്ക് മനസ്സിലാക്കി കൊടുക്കാൻ സാധിക്കണം. അതുപോലെ തന്നെ ഇവർ സ്കൂളിലേക്ക് പോകുമ്പോൾ അവിടെ നിന്നൊക്കെ കുറേ ഫീഡ്ബാക്കുകൾ കിട്ടും അല്ലേ. ടീച്ചർമാർക്കൊക്കെ ഒരുപാട് പ്രാധാന്യമുണ്ട് ഒരു കുട്ടിയെ രൂപീകരിക്കുന്നതിൽ. പക്ഷേ അതെല്ലാം ഏറ്റവും ബേസിക്കലി നമ്മുടെ കുടുംബത്തിൽ തന്നെയാണ് സംഭവിക്കേണ്ടത്. ഇനി പുറത്തുനിന്ന് കിട്ടിയാലും അത് നമുക്ക് കുടുംബത്തിൽ അത് അവരിൽ നിന്ന് റിമൂവ് ചെയ്യാൻ അല്ലെങ്കിൽ ഹീൽ ചെയ്യാൻ പറ്റും. എങ്ങനെയാണെന്ന് ചോദിച്ചാൽ നമുക്ക് ഇവരുമായിട്ട് നല്ലൊരു അറ്റാച്ച്മെൻറ്റ് വേണം അല്ലേ. ഇവർക്ക് എന്താണ് അന്നത്തെ ദിവസം സംഭവിച്ചത്, എവിടെയൊക്കെ പോയി, എന്തൊക്കെ സംഭവിച്ചു എന്ന് കുഞ്ഞുനാൾ മുതൽ ഒരു പ്രായം വരെ അല്ലെങ്കിൽ എന്നും ഇവർക്ക് നമ്മളോട് തുറന്ന് സംസാരിക്കാനുള്ളൊരു അവസരം നമ്മൾ കൊടുക്കുകയാണെങ്കിൽ കുറേ അധികം പ്രശ്നങ്ങൾ ഇവരുടെ ജീവിതത്തിൽ നിന്ന് നമുക്കെടുത്ത് മാറ്റാൻ സാധിക്കും. ഇവർക്ക് നമ്മളോട് രഹസ്യമില്ലാത്തൊരു രീതിയിലേക്ക് നമുക്ക് കൊണ്ടുവരാൻ പറ്റും അല്ലേ. അത്രയ്ക്ക് നമ്മൾ
ഇവരുമായിട്ട് ഇതായിരിക്കണം എന്ന് വെച്ച് വഴക്ക് പറയേണ്ടെന്നോ ശാസിക്കരുതെന്നോ ഞാൻ ഒരിക്കലും പറയുന്നില്ല. അതെല്ലാം വേണം. പക്ഷേ അതിനൊരു എന്താ പറയുക, അതിനൊരു കണ്ടീഷൻ വെക്കണം നമ്മൾ. കാരണം ശാസനയും ദേഷ്യവും ഒന്നും നമ്മൾ ഹൃദയത്തിൽ നിന്ന് കാണിക്കരുതെന്നുള്ളതാണ് എൻ്റെ ഒരു അഭിപ്രായം. പക്ഷേ സ്നേഹം നമ്മൾ ഹൃദയത്തിൽ നിന്ന് തന്നെ നൽകണം. എന്നാൽ മാത്രമേ അതിനൊരു വാല്യൂ ഉണ്ടാകത്തുള്ളൂ. ശാസനയും ഇതൊക്കെ നമ്മൾ ആവശ്യത്തിന് എടുത്തുപയോഗിക്കുന്ന രീതിയിൽ നമ്മൾ കാര്യങ്ങൾ നമ്മളൊരു ബാഗിൽ സൂക്ഷിച്ചിട്ടോ അല്ലെങ്കിൽ നമ്മൾ പോക്കറ്റിൽ വെച്ചിട്ടോ എടുത്ത് ഉപയോഗിക്കുക എന്ന് പറയും. കാരണം അവിടെ അതിന് വലിയൊരു ഹൃദയത്തെ ഭേദിക്കണമെന്നില്ല നമ്മുടെ ഹൃദയം. കാരണം നമ്മൾ കുഞ്ഞുങ്ങളോടൊക്കെ ഒന്ന് വഴക്ക് പറഞ്ഞു പോയാൽ നമുക്കും വേദന ഉണ്ടാവും അല്ലേ. അപ്പോൾ അതെല്ലാം നമുക്ക് ഒഴിവാക്കാൻ പറ്റും. പക്ഷേ അവർക്ക് പറയേണ്ട കാര്യങ്ങൾ കൃത്യമായി അവർക്ക് മനസ്സിലാക്കി കൊടുക്കാൻ നമുക്ക് സാധിക്കും. അതാണ് ശരി എന്ന് നമുക്ക് ബോധ്യപ്പെടുത്താൻ സാധിക്കണം. അങ്ങനെയാണ് നമുക്ക് തിരുത്താൻ പറ്റുന്നത്. അപ്പോൾ പക്ഷേ നമ്മുടെ എല്ലാ ആശയങ്ങളും അവർക്ക് ഇപ്പോൾ ഞാൻ ഒരുപാട് ആശയങ്ങൾ പഠിച്ചു അല്ലെങ്കിൽ ഒരുപാട് ചിന്തിച്ചു എന്ന് പറഞ്ഞിട്ട് എൻ്റെ മക്കൾ എത്രയും ഇതിലേക്ക് വരണമെന്നൊന്നും എനിക്ക് വാശി പിടിക്കാൻ പറ്റില്ല. കാരണം അവരുടെ കുറച്ച് ശരികളുണ്ടാവും. അത് നന്മയിലേക്കാണോ എന്ന് നമ്മൾ മോണിറ്റർ ചെയ്യുക എന്നുള്ളതാണ് മെയിൻ. അപ്പോൾ നമ്മൾ ഓരോ ഘട്ടത്തിൽ ഇവർക്ക് കൊടുക്കുന്ന ഫീഡ്ബാക്കുകൾ, പ്രത്യേകിച്ച് 7 വയസ്സ് വരെ ഇവരെ നല്ല രീതിയിൽ രൂപപ്പെടുത്താൻ നമ്മുടെ കുടുംബത്തിൽ സാഹചര്യം ഒരുക്കുക തന്നെ വേണം. അതുപോലെ ടീച്ചർമാർക്കും പങ്കുകളുണ്ട്. കാരണം ഒരു കുട്ടി പഠിക്കാൻ ഇച്ചിരി പിന്നോട്ടാണെങ്കിൽ ചില ടീച്ചർമാർ അവനെ കൈപിടിച്ച് കൊടുത്ത്, കാരണം അവൻ്റെ ഒരു സപ്പോർട്ട് കൊടുത്താൽ നിനക്കും സാധിക്കുമെന്ന് പറഞ്ഞാൽ മതി. പക്ഷെ അതിന് പകരം നിന്നെ ഒന്നിനും കൊള്ളത്തില്ല അല്ലെങ്കിൽ നീ മന്ദബുദ്ധിയാണ്, അങ്ങനെയുള്ള വാചകങ്ങൾ ഒരിക്കലും കുട്ടികളിലേക്ക് പറയാതിരിക്കുക എന്നുള്ളതാണ് ഏറ്റവും ബെറ്ററായിട്ട് കാണാൻ സാധിക്കുന്നത്. എല്ലാവരെയും ഒരുപോലെ ചേർത്ത് പിടിച്ചു കഴിഞ്ഞാൽ എല്ലാവരും മെച്ചപ്പെട്ടു വരും എന്നുള്ളതിനകത്ത് യാതൊരു സംശയവുമില്ല. അപ്പോൾ ആ രീതിയിൽ അവരെ കുഞ്ഞുനാളിൽ കൺസിഡർ ചെയ്യുക എന്നുള്ളത്